ജനാധിപത്യത്തെ അട്ടിമറിച്ച് ചാക്കിൽ പിടിച്ച് പുറമെ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഒരു ടൂറിസ്റ്റ് ബസ് നിറയെ ഈ ആര്യാടൻ മുഹമ്മദ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇവിടെ. ആ കോൺഗ്രസ് അൻവറാണ് കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയത്തെ അന്തസ് UDF മറുപടി പറയണം. ഇന്നത്തെ ഇവിടെ UDF ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അൻവർ. അല്ല, ഇവിടെ ചുങ്കത്രയിൽ UDF ആളുകളുണ്ടല്ലോ, എടവണ്ണയിൽ നിന്ന് കൊട്ടേഷൻ കൊണ്ടുവരുന്ന ആളുകള്. അൻവറിന്റെ കൊട്ടേഷൻ ഇവിടെ ചെലവാകൂല, അത് എടവണ്ണ ചെലവാകും. കുഞ്ഞാലിയുടെ പ്രസ്ഥാനമാണിത്. ഞങ്ങൾ ആത്മസംയമനത്തിന്റെ അവസാനത്തെ ഘടികയിൽ പാലിച്ചിരിക്കുകയാണ്. അൻവറും കോൺഗ്രസും അതൊരു ദൗർബല്യമായിട്ട് കാണാൻ നിൽക്കില്ല. അതൊരു ദൗർബല്യമായിട്ട് അൻവറും കോൺഗ്രസും കാണേണ്ടതില്ല. ഞങ്ങൾ ക്ഷമയുടെ അങ്ങൻ ഇത് ജനാധിപത്യത്തെ PV അൻവറിന്റെ നേതൃത്വത്തിൽ വിധേയപ്പെട്ട് UDF-ന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. PV അൻവർ വിഴുങ്ങിയിട്ടുണ്ട് നിലമ്പൂരിലെ UDF-നെ. മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങൾ വരെ സമാധാനപരമായിട്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ തീരുമാനിച്ചത്. ഞങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കിയില്ല. രാവിലെ 6:30 മണി മുതൽ PV അൻവറിന്റെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾ എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലുള്ള ആളുകളല്ല, അത് അയർനാട് മണ്ഡലത്തിലുള്ള ആളുകളാണ്. അവർ പ്രത്യേക ടീഷർട്ട് ഇട്ടിട്ട് ഇവിടെ പ്രകോപനം ഉണ്ടാക്കുകയുണ്ടായത്. ആ പ്രകോപനം ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത് അൻവറിന്റെ ടീമാണ്, അൻവറിന്റെ ഗുണ്ടകളാണ്. അൻവർ പുറത്തിറങ്ങിയ ഗുണ്ടകളാണ് ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമുണ്ടായ വിഷയങ്ങൾ മാത്രം. ഞങ്ങൾ ഒരു കാരണവശാലും ഈ അവിശ്വാസ പ്രമേയത്തെ ജനാധിപത്യപരമായി നേടാൻ ഞങ്ങൾ തീരുമാനിച്ച് ഇതുവരെ ഞങ്ങൾ അങ്ങനെ നടത്തി പോകുന്നത്. അപ്പോൾ ഇതിലൊന്നും മനസ്സിലാക്കേണ്ടത് PV അൻവറാണ് മനസ്സിലാക്കേണ്ടത്. CPM-നെ സംബന്ധിച്ച് PV അൻവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കി കാണും. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അൻവർ എന്ന് പറയുന്നത്, UDF എന്ന് പറയുന്നത് അൻവറിന്റെ വാലാട്ടികളായിട്ട് നിലമ്പൂരിലെ UDF മാറിയിട്ടുണ്ട് എന്ന് കൂടി പറയാണ്. ഇത് VS ജോയി ഇല്ല, ആര്യാടൻ ഷൗക്കത്തും ഇല്ല, ഒരാളും ഇല്ല, കോൺഗ്രസ്